ഹലോ എവരിവൺ. ഈയിടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് BLOമാർക്ക് ജോലിഭാരം കൂടുന്നു, അവർക്ക് അമിത പ്രഷർ നൽകുന്നു. ചില കൂട്ടർ ഇത് ശരിവെക്കുകയും മറ്റു കൂട്ടർ പറയുന്നു ഇത് അങ്ങനെയല്ല, അവർ ഇതുവരെ ജോലി ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ കുറെ ജോലി കിട്ടിയപ്പോൾ കള്ളമടിച്ചിരിക്കുകയാണ്, അവർ കള്ളം പറയുകയാണ് എന്നൊക്കെ ഒരു സൈബർ വാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ വാറിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ മിസ് ചെയ്യാതെ കാണണം. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഉദിച്ചിരിക്കുന്നത്? SIR എന്താണ് ഈ SIR? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അതെ, ഇലക്ട്രൽ പട്ടികയിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായിട്ടുള്ള സമഗ്രമായ ഒരു റിവിഷൻ ആണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 പ്രകാരം 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ഈ അവകാശം വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണം. അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. സാധാരണ ഇതിന്റെ നിയമം അനുസരിച്ച് ഇലക്ട്രൽ പട്ടിക അല്ലെങ്കിൽ വോട്ടർ പട്ടിക എല്ലാ സംസ്ഥാന നിയമസഭാ ഇലക്ഷനുകളിന് മുമ്പായോ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷന് മുമ്പായോ റിവൈസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 20 വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടന്നിട്ട് ഇലക്ട്രൽ പട്ടികയിൽ അവസാനമായി ഇലക്ട്രൽ പട്ടികയുടെ റിവിഷൻ നടന്നത് 2002 മുതൽ 2004 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തുന്നത്? ഒരു നിയമസഭാ മണ്ഡലത്തിന് ഒരു ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർ ഉണ്ടാവും, അതിന് താഴെയായി അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസേഴ്സ് ഉണ്ടാവും, അതിന് താഴെയായി BLOമാരുണ്ട്. ഏറ്റവും അടിത്തട്ടിലായി പ്രവർത്തനം നടത്തുന്നത് ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ആണ്. ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിൽ ഏകദേശം 2,78,50,000 വോട്ടർമാർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ 24,468 പോളിംഗ് സ്റ്റേഷനുകൾ, അതായത് അത്രയും തന്നെ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസറാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ 24,468 പരം BLOമാരാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഒരു BLOയ്ക്ക്, ഒരു ബൂത്ത് ലെവൽ ഓഫീസറിന് ശരാശരി 1,140 പരം വോട്ടർമാരുടെ ലിസ്റ്റുകൾ കൊടുക്കുന്നതിനായും അത് തിരികെ ശേഖരിക്കുന്നതിനുമായിട്ടുള്ള ജോലിയാണുള്ളത്. ഏകദേശം ഇത് 1,200-നും 1,500-നും ഇടയ്ക്കുള്ള സംഖ്യകൾ ലഭിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സും ഉണ്ടാകും. ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്? ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് BLOമാർക്കുള്ള ട്രെയിനിങ് ഫേസ് ആയിരുന്നു. അത് ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെയുള്ള സമയങ്ങളിൽ കഴിഞ്ഞു. അതിനുശേഷം 2025 നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള സമയത്ത് ഏകദേശം ഒരു മാസ കാലയളവ് സമയത്താണ് ഈ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫേസ്. അതായത് വീടുകളിലേക്ക് പോയി എന്യൂമറേഷൻ ഫോം, അതായത് ഈ വീട്ടിലെ വോട്ടർ പൂരിപ്പിച്ച് നൽകേണ്ട അവരുടെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഫോം ഇവർ കൊടുക്കുകയും അത് ആ വോട്ടർ പൂരിപ്പിച്ച് നൽകുകയും അത് തിരികെ കളക്ട് ചെയ്യുകയുമാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസറിന്റെ പ്രധാനമായും ജോലി. ഇത് സ്റ്റെപ്പ് 2-ലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞുള്ള അവസരത്തിൽ ഡിസംബർ 4-ന് ശേഷം ഡിസംബർ 9-ന് ഇതിന്റെ മൂന്നാമത്തെ ഫേസ് ആയ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഇലക്ഷൻ കമ്മീഷൻ. അതിനുശേഷം നാലാമത്തെ ഫേസിൽ 2025 ഡിസംബർ 9 മുതൽ ജനുവരി 8, 2026 വരെ ഈ കരട് വോട്ടർ പട്ടികയിൽ മേൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കംപ്ലൈന്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സമർപ്പിക്കാം. അതിനുശേഷം അഞ്ചാമത്തെ ഫേസിൽ ഈ ഡിസംബർ 9, 2025 മുതൽ ജനുവരി 31, 2026 വരെ ഈ കംപ്ലൈന്റിന്റെ പേരിലുള്ള ഹിയറിംഗും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെയാണ് നടക്കുക. അതിനുശേഷം ഫെബ്രുവരി 7, 2026 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ. ഇങ്ങനെയാണ് ഈ SIR പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ SIR പ്രോസസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫേസ് ആണ്. ഈ 1,400-ൽ പരം വോട്ടർമാരെ ഈ BLOമാർ കണ്ടുപിടിക്കുകയും അവർക്ക് ഈ എന്യൂമറേഷൻ ഫോമുകൾ നൽകുകയും അത് പൂരിപ്പിച്ചതിന് ശേഷം തിരിച്ചു വാങ്ങുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പരിപാടികൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഈ ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള വീട് വീടാന്തരം കയറിയുള്ള ഫോം ഡിസ്ട്രിബ്യൂഷനും ആ കളക്ഷനും ഒക്കെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ബാക്കി തന്നെയാണ്. അതുമല്ല, ഡിസംബർ 4 വരെ ഡേറ്റ് നൽകിയിരിക്കുന്ന ഈ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫേസിന് എന്തിനാണ് ഇത്ര തിടുക്കം കൂട്ടുന്നത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? അപ്പോൾ ഇവരുടെ ജോലിഭാരം സംബന്ധമായിട്ടുള്ള കുറേയേറെ ചർച്ചകളിൽ ഞാൻ കണ്ട കുറച്ച് ഏറെ കമന്റ്സുകളാണ്. എനിക്ക് അത് ഇത്ര ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ പറയുകയുണ്ടായി, ഇവര് ഫാനിന്റെ കീഴിലും ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് അവർക്ക് തോന്നുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരമുണ്ടായിരുന്നു. അത് ശരി തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ കംഫർട്ടബിൾ ആയിട്ടുള്ള മേബി റൂമിനകത്തിരുന്നോ ഫാനിന്റെ കീഴിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള ജോലികൾ അവർക്ക് കൂടുതലും. പക്ഷെ അവർ ജോലി ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും നമുക്ക് അങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഭൂരിഭാഗം ആൾക്കാരും 90% ആൾക്കാരെങ്കിലും നന്നായി ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ നമ്മുടെ ചിലർക്ക് പോരായ്മകൾ ഉണ്ടാവും. 100% ശരി തന്നെയാണ്. പക്ഷെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്ന ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആർക്കായാലും അതൊരു ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു അധ്യാപകനാണ്. 10-12 മണിക്കൂറൊക്കെ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സുകൾ എടുത്തതിന് ശേഷം പിന്നെയും ട്യൂഷൻ ക്ലാസ്സും അതുപോലെ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണ്. അതൊരു സ്ട്രെയിൻ ആയിട്ടോ പ്രഷറായിട്ടോ എനിക്ക് ഫീൽ ചെയ്യാത്തത്. ഞാൻ 6-7 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അതെങ്ങനെ മേക്കപ്പ് ചെയ്യണം, ഒരു മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരു പ്രോസസ്സ് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് കമന്റുകൾ കണ്ടത്. റോഡിൽ അറിയുന്ന ആൾക്കാർ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്,
IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം അവരുടേതായ ജോലിയുടെ പ്രഷറും ടെൻഷൻസും സ്ട്രെസ്സും കൊണ്ട് ഉറപ്പാണ്. അത് അവരുടെ ഒരു സ്കിൽ ആയതുകൊണ്ടും അവരുടെ ഒരു ഡെയിലി റൊട്ടീൻ ആയതുകൊണ്ടും അത് അവർക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പായ കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ എനിക്ക് തെങ്ങുകയറ്റം അറിയില്ല, നാളെ മുതൽ എന്നോട് തെങ്ങുകയറ്റം ചെയ്യണം, ഒരു 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാളെ മുതൽ തെങ്ങ് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ചിലപ്പോൾ 5 10 തെങ്ങ് കയറാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും തെങ്ങ് കയറുന്ന ഒരാൾ എന്നേക്കാൾ 100 തെങ്ങോ 110 തെങ്ങൊക്കെ ചിലപ്പോൾ കയറാം. അപ്പോൾ അത് സ്കിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഉദ്യോഗസ്ഥരും അങ്ങനെ പ്രശ്നം നേരിടണം. കാരണം ഇത് ആദ്യമായി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് ബൂത്ത് പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു 5 6 അല്ലെങ്കിൽ 10 ദിവസത്തോ ട്രെയിനിങ് കൊണ്ട് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം, ഇത്രയും ഒരു വലിയ ലിസ്റ്റ് വർക്ക് കൊടുക്കുമ്പോൾ പ്രാവർത്തികമാക്കാം എന്നൊരു കൺഫ്യൂഷൻസ് ഒക്കെ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഈ ഒരു സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. കാരണം ഇത് നമ്മുടെ കൂടി ആവശ്യമാണ്. വോട്ടർ പട്ടികയിൽ പേര് വരികയും വോട്ട് ചെയ്യുക എന്നുള്ള അവകാശം നേരിടുകയും നമ്മുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ വലിയൊരു ആവശ്യമാണ്. അപ്പോൾ ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾക്ക് നിങ്ങളായ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇത് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇത് ആവശ്യമുള്ളവരിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷൻസിനായി info with JD's Academy എന്നുള്ള ഈ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവരിലേക്കും ഈ ചാനൽ എത്തിക്കുക. താങ്ക് യു സോ മച്ച്.